ഭീകരമായൊരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടാ. ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നതിനാണെന്നറിയോ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഭാഗം ഇളക്കിയിട്ടതിന് ശേഷം ഞാൻ വീഡിയോ പറ്റി ചിന്തിച്ചേട്ടാ. നമ്മുടെ ഒരു 180 എയർ ഫിൽറ്റർ വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം കമ്പനി എന്ന് വെച്ചാൽ HP എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് കേട്ടോ. അപ്പോൾ ആ കമ്പനിയുടെ എയർ ഫിൽറ്ററാണ്, കുറഞ്ഞതാണ് കേട്ടോ. 350 രൂപയുടെ എയർ ഫിൽറ്ററാണ്. അപ്പോൾ എയർ ഫിൽറ്റർ വാങ്ങാൻ നേരത്ത് എന്തായാലും ഈ കുറഞ്ഞ എയർ ഫിൽറ്ററൊന്നും വാങ്ങാതെ കുറച്ചുകൂടി നല്ല കമ്പനി ആയിട്ടുള്ള എയർ ഫിൽറ്റർ തന്നെ വാങ്ങുക കേട്ടോ. എന്ന് വെച്ചാൽ മൈലേജ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് എന്താണ് HP-യുടെ ചെറിയ എയർ ഫിൽറ്ററാണ്. 350 രൂപ കേട്ടോ അതിനായത്. കുറച്ചുകൂടെ നല്ല 700, 1000 ആ റേഞ്ചൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് KNN, ഗ്രീൻ, യൂണി അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ് എയർ ഫിൽറ്റർ കിട്ടും. അപ്പോൾ ഈ എയർ ഫിൽറ്റർ നമുക്ക് ഈ 180 ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇളക്കിയിടേണ്ടതുണ്ട്. അപ്പോൾ ആ ഇളക്കിയിട്ട ഭാഗം കാണിച്ചാൽ ഇത് നമ്മുടെ സെൻട്രൽ ആക്സിൻ്റെ ഈ ഒരു ബോൾട്ട് ഇല്ലേ, അപ്പോൾ ഈ ഒരു ബോൾട്ടാണ് ഫസ്റ്റ് ഇളക്കേണ്ടത്. എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ നമുക്ക് ഇവിടെ വെച്ച് ഇത് തട്ടി ഇളക്കിയിട്ട് നമുക്ക് എയർ ഫിൽറ്റർ വയ്ക്കാൻ പറ്റും. അല്ലാതെ ഈ ബോക്സ് ഫുള്ളോടെ ഇളക്കിയിട്ട് നമുക്ക് ഈ എയർ ഫിൽറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബോക്സ് ഫുള്ളോടെ ഇളക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരാളെന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രൽ ആക്സിൻ്റെ ഈ ഒരു ബോൾട്ടാണ്. അപ്പോൾ ഈ ബോൾട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നാണ് ഊരി. ഇപ്പോൾ എൻ്റെ ടൂൾസ് എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ പോയിട്ട് ലൂസായിക്കൊണ്ടാണ് വന്നത്. പിന്നെ എൻ്റെ താഴെ ഒരു ബോൾട്ട് കൂടെ ഉണ്ട് 13-ൻ്റെ. അത് ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പം നമ്മൾ റിങ് വെച്ച് ഊരി അത്ര പാടാണെങ്കിൽ ഊരി എടുത്തിട്ടുണ്ട്. റിങ് സ്പാർ വെച്ച് ഈ ഒരു 13-ൻ്റെ ബോൾട്ട് ഊരി എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഊരി എടുക്കുകയെന്ന് വെച്ചാൽ ഈ ബോക്സ് ഫുള്ള് ഇളക്കണമെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ഇളക്കിയാലേ ഈ ബോക്സ് അകത്തുനിന്ന് ഫുള്ള് ഇളക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഈ ഒരു ഭാഗം ഇതിലേക്ക് തട്ടും, അതുകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് ഇവിടെ ഒരു 10-ൻ്റെ ഒരു ടീ വെച്ച് നമുക്ക് ഇളക്കാൻ പറ്റും. ഈ 10-ൻ്റെ ഒരു സ്പാനർ, 10-ൻ്റെ ഒരു ബോൾട്ട്. അപ്പോൾ ഈ ബോൾട്ടോടെ ഇളക്കിയാൽ നമുക്ക് ബോക്സ് ഫുള്ളോടെ ഇളക്കാൻ പറ്റും. അപ്പോൾ ഈ സൈലൻസിൻ്റെ ഒരു ബോൾട്ടോടെ നമ്മൾ ഊരി എടുത്തിട്ടാണ്. അലങ്കി ബോൾട്ടാണ്. അപ്പോൾ അതും കൂടെ ഊരി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഫീസ് നമ്മുടെ സൈലൻസിനും കൂടെ ജോയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതും കൂടെ ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്നത് പുറത്തോട്ട് എടുത്താൽ മതി. ബ്രേക്ക് ലൈറ്റിൻ്റെ സോക്കറ്റാണ് കേട്ടോ, അതവിടെ തട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. ബോൾട്ടുകളെല്ലാം ഊരി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന ഈ ഫിൽറ്ററിൻ്റെ അവിടെ ജസ്റ്റ് അമ്മ ഗമ്മ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിരിക്കണം. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തള്ളിയാൽ ആ ഒട്ടിപ്പം നമുക്ക് ഇളകി കിട്ടും. അതൊന്ന് ഇളക്കി നമുക്ക് ഈ ഒരു ബോക്സ് ഫുള്ളോടെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബോക്സ് ഇളക്കാനത്ത് വരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പീസും കൂടെ ഇവിടെ തട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇളക്കി ഇനി നമുക്ക് സുഖമായിട്ട് ഇളക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് നമ്മൾ ഇളക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു പീസില്ല, ഈ ഒരു ചെറിയ 8-ൻ്റെ ബോൾട്ട് വരുന്നില്ല, അതിൻ്റെ അകത്താണ് നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് ബുഷ് ഫുള്ളോടെ അങ്ങ് ഇളകി വന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഈ കാർബറ്റിലായാലും നമുക്ക് ഈ ഒരു എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ ഇളക്കാൻ നോക്കിയിട്ട് ഇതിൽ നിന്ന് ഇളകി വന്നില്ല. ഇതിപ്പോൾ ഇളക്കിയപ്പോൾ ഫുള്ളോടെ ഇളകി വന്നു, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കാർബറേറ്റർ കയറ്റി ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്താണ് എയർ ഫിൽറ്റർ വയ്ക്കാമല്ലോ കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യമേ ഇത് കാർബറേറ്റർ കയറ്റി ടൈറ്റ് ചെയ്യാം. അതൊരു കാണ്ടല്ലേ, അതോട് കാർബറേറ്ററിൽ ഈ ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫിൽറ്റർ നമുക്ക് അകത്തോട്ട് കയറ്റി വയ്ക്കാം കേട്ടോ. ഇത് വെളിയിൽ വെച്ച് ടൈറ്റ് ചെയ്യില്ല, കുറച്ചുകൂടെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എയർ കുറച്ച് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ, ഇതിൻ്റെ റിങ് വെച്ചില്ല. ഓക്കെ, വീഡിയോ എടുക്കാനുണ്ടോ? കുഴപ്പമില്ല. ഇനി ഇത് ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. ഒരു ഭീകരമായൊരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഏതാണ് ഈ Yamaha FC R15 അതിലൊക്കെ വയ്ക്കാൻ നേരത്ത് നല്ലൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. പൾസറിൽ വയ്ക്കാൻ നേരത്ത് ഒരു ഭീകരമായ സൗണ്ട് കിട്ടത്തില്ല. നമ്മൾ കൈ കൊടുക്കുന്നതിന് നല്ല രീതിയിൽ കൈ കൊടുക്കാൻ നേരത്തെ ഒരു ഒരു മുഴക്കം കണക്ക് ചെറിയൊരു സൗണ്ട് കിട്ടും. പക്ഷേ R15 വയ്ക്കാൻ നേരത്തെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. R15 വയ്ക്കാൻ നേരത്തെ അതിൻ്റെ സൗണ്ട് ഒരു പ്രത്യേക സൗണ്ടാണ് കേട്ടോ. നല്ലൊരു സൗണ്ട് ഉണ്ട്. എക്സോസ്റ്റിൻ്റെ ഒരു സൗണ്ടിനേക്കാളും കുറച്ചൊരു നൈസ് സൗണ്ടാണ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഫിൽറ്ററിൻ്റെ ആൾക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. ആയില്ല,
അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഫിൽറ്ററിൻ്റെ സൗണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കൂടിയ എയർ ഫിൽറ്റർ വരാൻ ഇതിൽ നിന്നും കുറച്ചുകൂടെ സൗണ്ട് വ്യത്യാസം വരുമായിരിക്കും കേട്ടോ. നല്ല വ്യത്യാസം വരുമായിരിക്കും. ഞാൻ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഊരിയെല്ലാം മനസ്സിലാവില്ല. അപ്പോൾ അതിനൊക്കെ തന്നെ ഇപ്പം ഫിറ്റ് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും ഇനി ഫിറ്റ് ചെയ്യേണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ചാൽ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ വണ്ടി വെച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വർക്ക്ഷോപ്പിൽ പോയാലും ലൂസായി. അപ്പം തിരിച്ച് ഇത് ലൂസാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ തിരിച്ച് വർക്ക്ഷോപ്പിൽ പോയാലും ടൈറ്റ് ചെയ്യണം. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നിൽപ്പിച്ച് തരാം. ഓക്കെ, ഇനിയിപ്പോൾ പവറിന് വല്ല വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പറയാം. പക്ഷേ പവറിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. കുറച്ചുകൂടെ പവർ ഫിൽറ്ററൊക്കെ വേറെ ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വെച്ചാൽ വലിയ തോതിൽ വ്യത്യാസം വരില്ല, ചെറിയ തോതിലൊക്കെ പവർ വ്യത്യാസം വരും കേട്ടോ. വണ്ടി തിരിച്ചുകൊണ്ട് കൊടുത്തേട്ടാ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് റേസ് ചെയ്ത് കണക്കല്ല, കുറച്ച് ഓടിച്ച് റേസ് ചെയ്യാനായിട്ട് കുറച്ച് സൗണ്ട് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഓടിക്കാൻ നല്ലൊരു സൗണ്ട്, ഒരു ഗുമ്മ് ഫീലുണ്ട് കേട്ടോ. ഓടിക്കാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു അത്യാവശ്യമായിട്ട് സൗണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ വണ്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടാൻ്റെ വണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്, ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. ഇന്നലെ വൈകുന്നേരം എൻ്റെ ഒരു കൊച്ചൊരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അങ്ങനെ ആദ്യം ആഡിയോ കോൾ വിളിച്ചു, അതിനുശേഷം വീഡിയോ കോൾ വിളിച്ചു. നമ്പറൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. വീഡിയോ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീഡിയോ കോൾ വിളിച്ച് ഞാൻ റെസ്പോണ്ട് കൂടി ചെയ്തപ്പോൾ കൊച്ചു ചെറുക്കിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നൈസിന് ഗോപ്രോ വെച്ച് താഴെ വെച്ച് ഈ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോയുടെ കുറച്ച് ഭാഗവും പിന്നെ ആ ആഡിയോ കോൾ ചെയ്ത് കുറച്ച് ഭാഗമാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണാൻ ഇൻട്രസ്റ്റ് കാണുമായിരിക്കും നിങ്ങൾക്ക്. നല്ല രസമുണ്ട്, സംസാരിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു കൊച്ചു കൂട്ടാൻ്റെ ചെറിയ ചാനലുണ്ട്, യൂട്യൂബ് ചെറിയ ചാനലുണ്ട്. ഒരു എന്താണ് ബാഹുബലി സെറ്റപ്പ് ഒക്കെ പറഞ്ഞൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ബാഹുബലി ട്രോൾ എന്നൊരു വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടായിരുന്നു, കൊള്ളാം, കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നല്ല വീഡിയോസൊക്കെയാണ് കേട്ടോ. നമുക്ക് ആ ജസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല. ഡിസ്ക്രിപ്ഷന് ചേട്ടൻ ഒരു ദിവസം നമ്പർ കൊടുത്തില്ലായിരുന്നു. എന്താടാ ബൈക്ക് ഡിസ്ക്രിപ്ഷനാ? അതില് ചേട്ടാ ഇങ്ങനെ ഒന്ന് ഇച്ചിരി കുറച്ച് സബ്സ്ക്രൈബർ ആക്കി തരാൻ പറ്റുമോ? പിന്നെ എന്ത്, നീ ലിങ്ക് അയച്ചേക്ക്. ഇതിനകത്തോടെ അയച്ചാൽ മതിയോ? ഓ, വാട്സാപ്പിൽ കൂടെ അയച്ചാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കാം. ഹലോ ഇത് കൂട്ടുകാരുണ്ടെന്ന് തോന്നിട്ടാ അവിടെ? ഒരു സ്ക്രീൻഷോട്ട് ഇത് കൂട്ടുകാരുണ്ടെന്ന് തോന്നിട്ടാ? അവന്റെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്താ? ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്നതിനാണെന്നറിയോ? നീ ഇപ്പൊ ലിങ്ക് അയച്ചു തന്നല്ലേ? അത് ഞങ്ങൾക്ക് എന്റെ അപ്പുറത്തെ വീടോട് സജേട്ടനില്ലേ ഒരു ബൈക്ക് മേടിക്കാനായിരുന്നു. ചേട്ടന്റെ ബൈക്ക് കാണിച്ചേ. എന്റെ ബൈക്കാണ് വെടിയിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ടൂൾസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ ഗോപ്രോയ്ക്ക് എത്ര രൂപ? ഗോപ്രോയ്ക്ക് 34,000 രൂപയായി. ആണോ? ഗോപ്രോ എടുക്കണോ? നമുക്ക് എടുക്കാം, കുറച്ചുകൂടെ സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓ ഗോപ്രോ നിന്റെ വീഡിയോ എടുക്കാണ്. നിന്റെ അടുത്ത യൂട്യൂബ് ചാനൽ നിന്റെ കൂടെ ഇടാം. എന്ത്? അയ്യോ വേണ്ട, കുഴപ്പമില്ലടാ, കടകെട്ട്. നിന്റെ ചാനലിന്റെ പേരൂടെ പറഞ്ഞോ. ANJ തട്ടകം. ഓ നീ ടെൻഷൻ ആവുന്നോ?
ചേട്ടാ വീഡിയോ ഇടല്ലേ. ചുമ്മാ കിടക്കട്ടെ, ഫേമസ് ആവട്ടെ നീ. വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട വേണ്ട, എന്നെ എനിക്ക് ഫേമസ് ആകണ്ട. ചാനലൊക്കെ കൊള്ളാം കേട്ടോ, ഞാൻ കണ്ട് വീഡിയോസ് കണ്ട്. അത് ശബ്ദമൊക്കെ ഇല്ലേ അങ്ങനെ കൈമാസ്റ്റർ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ സജിചേട്ടനില്ലേ അപ്പത്തുള്ളേ വീട് കാണിച്ചില്ലേ, ആ ചേട്ടന്റെ ശബ്ദം കൊണ്ട് കൊറേ ശബ്ദമൊക്കെ കൊങ്ങക്കൊക്കെ പിടിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി 3 പേരെ പാർട്ണർഷിപ്പ് എടുത്ത യൂട്യൂബ് ചാനലാ തന്നെ. ഇപ്പൊ എത്ര വീഡിയോസ് ഇട്ട്? ഇപ്പൊ 15 വീഡിയോ എടുത്തിട്ട്. കുഴപ്പമില്ലടാ, ഇനി കയറി വരും. കുറച്ചും കൂടെ വീഡിയോസ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വ്യൂസ് വരും. എന്തായാലും ഞാൻ നിന്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടയ്യാ ചേട്ടാ, എല്ലാവരും ഇങ്ങനെ കാണും. അയ്യോ ചേട്ടാ ചേട്ടാ, ഗോപുരം എടുക്കണ്ട. അത് കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. ഇടല്ലേ? ഓ ഇടില്ല. ഞാൻ നോക്കും. എല്ലാത്തിനും ലൈക്ക് ഒക്കെ ചെയ്യുന്നതാ. മതിടാ, കുഴപ്പമില്ല. സ്വന്തം സബ്സ്ക്രൈബർ അതുകൊണ്ടല്ലേ വീഡിയോ എടുക്കണ. സബ്സ്ക്രൈബർ ആയതുകൊണ്ട്. സബ്സ്ക്രൈബർ ഒന്നുമില്ല, നീ നമ്മളൊക്കെ ഒരു ഫ്രണ്ട്സ് ആണ്. ഓക്കെ ഒത്തിരി നേരത്തെ ഇടുന്നുണ്ടേ. കുറച്ചേ ഇടുള്ളൂ. ചാനലിന്റെ പേര് പറയുന്ന സമയത്ത് മാത്രം ഇട്ടാ മതി. അത് മാത്രമേ ഇടുള്ളൂ. ഞങ്ങക്ക് ചാനലിൽ നിന്ന് റിച്ച് ആയി കിട്ടാനാ ഞങ്ങൾ ഒത്തിരി എടുത്തിട്ട്. അത് മനസ്സിലായടാ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആകാം. ഈ കൊറേ എല്ലാരും അതിനകത്താണോ എഡിറ്റ് ചെയ്യണോ? അതിന്റെ അകത്താണോ എഡിറ്റ് ചെയ്യുന്ന? കമന്റ് അടിക്കുന്നുണ്ട് പൊളി എന്നൊക്കെ പറഞ്ഞ്. വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടാ? പൊളിയാ ചേട്ടൻ നല്ല സ്പീഡിലാണല്ലോ പോകുന്നത്. അന്ന് FC-യുടെ 160-ല്. അത് മീറ്റർ കംപ്ലൈന്റ് ആയിരുന്നടാ. പറഞ്ഞായിരുന്നു. ഈ നമ്പർ സേവ് ചെയ്യണ്ട, ഈ നമ്പർ സേവ് ചെയ്യല്ലേ. അതെന്താ? ഇതെന്റെ പപ്പാടെ നമ്പർ. ഓക്കെ. എന്റെ നമ്പർ ഞാൻ പറയാം. നീ വാട്സാപ്പിൽ അയച്ചു തന്നാ മതി, ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഇതല്ലേ ചേട്ടൻ? അത് തന്നെ. ചേട്ടന്റെ പേരെന്നായിരുന്നു? നീ കൊള്ളാൻ എല്ലാ ആള് തന്നെ. ഡ്യൂക്ക് സനൽ അങ്ങനെ പറഞ്ഞാൽ മതി. സനൽ. ഞാനിപ്പോ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞാൻ നോക്കാം. കണ്ടു. എന്റെ പ്രൊഫൈല് കാണിച്ചേ. എന്തായാലും പ്രൊഫൈല് കണ്ടോ? പിന്നെ ഇപ്പൊ കുടിച്ചില്ല, ഭയങ്കര പണിയേ ചേട്ടാ. ഇപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ട്, ആ ചേട്ടന് ഇതുണ്ട്, പൾസർ 220. ഞാൻ ചേട്ടന്റെ വീഡിയോ കാണിച്ചപ്പോ ചേട്ടന്റെ പോലെ ബൈക്ക് ആക്കണമെന്ന് പറഞ്ഞു. ചേട്ടന്റെ പോലെ ആക്കിയപ്പോ ചേട്ടൻ എത്ര രൂപ പോയി അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്തപ്പോ? ഞാൻ അങ്ങനെ ഒരു എമൗണ്ട് ആയിട്ടല്ല ചെയ്ത, ഓരോ പാർട്സ് ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് കറക്റ്റ് എമൗണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ പാർട്ടാണ്. ചേട്ടന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. നീ നല്ല ആക്റ്റീവ് ആണട്ടാ, നിനക്ക് നല്ല ഭാവിയുണ്ട്. കയ്യിലൊക്കെ പച്ച കുത്തിയിട്ടുണ്ടോ? പച്ചയല്ല, പെയിന്റ് അടിച്ചതാ വൈക്കടയില്. പച്ച കുത്തിയല്ലേ ഇരിക്കുന്നു, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പള്ളിപ്പെരുന്നാളിന് അവർ അച്ചടിച്ചെന്നായിരുന്നു പച്ച പോലെ. എടാ എനിക്കില്ലേ 11 വയസ്സുള്ളെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ബൈക്കൊക്കെ? ബൈക്ക് ഓടിക്കത്തില്ല, കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും. അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ കേട്ടാ, വീട്ടിന്റെ പറമ്പിലേക്ക് ഇട്ട് ഇറങ്ങിയാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ. അവിടെ അല്ല, ഞാൻ ഓടിക്കുന്ന സ്ഥലം കാണിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ഇല്ല, അവിടെ ഇട്ട് ഞാൻ വട്ടം കറക്കും. പിന്നല്ല, നീ വേറെ ലെവലാവാൻ പോയണപ്പൊ. വണ്ടി ഇൻഡിക്കേറ്റർ പണ്ട് മോഡല്, പഴയ മോഡൽ ഉണ്ടാ. ഞാൻ ഫ്രണ്ടൊക്കെ മാറ്റിയെടുത്ത, ഫ്രണ്ട് മാത്രം വേറെ പെയിന്റ് അടിച്ചത്. നീ അടിച്ച വീട്